ഹലോ നമസ്കാരം. ട്രാവലിംഗ് മലബാറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദവമായ സ്വാഗതം. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒരു ഇൻട്രോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഒരു ഇൻട്രോ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമ്മുടെ തുടങ്ങുന്നത്. ഞാനും എൻ്റെ സുഹൃത്ത്, എൻ്റെ ചങ്ക് പ്രോ ആയിട്ടുള്ള നമ്മുടെ ഉണ്ണിക്കുട്ടൻ, എൻ്റെ വൈഫുണ്ട്, ഉണ്ണിയുടെ വൈഫുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കൊടൈക്കനാലിലും പോകട്ടെ. നമ്മൾ എരുമേലിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോകുന്നൊരു എപ്പിസോഡാണ്. അപ്പം വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നല്ലോ. അപ്പം നമ്മൾ എന്നാണ് കൊടൈക്കനാലിൽ ഗുണക്കേവ് ഒക്കെ ഉണ്ടല്ലോ. സോ നമ്മൾ മഞ്ഞുമൽ ബോയ്സ് ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പടം. എങ്കിലും ഗുണക്കേവ് ഒക്കെ ഒന്ന് പോയി കാണാം. ഞാൻ ഓൾറെഡി ഒരു തവണ പോയിട്ടുണ്ട്. ആ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നുണ്ട് വണ്ടിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇവിടെ എന്നാണെങ്കിലും ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ വണ്ടി നിർത്തുന്നുണ്ട്. അവിടെ നിന്ന് ഇനിയിപ്പം നമ്മൾ പോട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി എടുത്തോട്ടോ. വണ്ടി രാവിലെ കൊണ്ട് ഒന്ന് കഴുകി എടുത്തോട്ടോ. ഇവിടെ വെള്ളവും പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം വറ്റി വരണ്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ. വെള്ളച്ചാട്ടം ഉള്ള സമയത്താണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഇതുണ്ട് മോളോട്ട് നോക്കുന്നുണ്ടോ, ഫുള്ള് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കേട്ടോ. ശകലം വെള്ളം അങ്ങോട്ട് പഴയ വെള്ളത്തിൻ്റെ അങ്ങോട്ട് തടയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്നായിരുന്നു ആ വെള്ളം ചാടുന്നു കേട്ടോ. ഒത്ര ഹൈറ്റിൽ നിന്ന് ചാടി മഴക്കാലത്തൊക്കെയാണ് എന്നെ വൈബായിരിക്കും അറിയും. ഭയങ്കര രസമായിരിക്കും. ഇങ്ങനെ ഫുള്ള് മഞ്ഞ് പോലെ ഈ എറിച്ചിലടിക്കും കേട്ടോ. അപ്പോൾ അതേ ഒരു KSRTC ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ അതേ വണ്ടി ഞാൻ രാവിലെ എണ്ണിച്ച് കഴുകി കുട്ടപ്പനാക്കിയിട്ടൊക്കെ വരാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കാഴ്ചകളിലേക്ക് കടക്കാം കേട്ടോ. KSRTC ഇവിടെ നമ്മുടെ ഷാജീസിൻ്റെ ഒരു വണ്ടി പോകുന്നുണ്ടോ. കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഞാനാണ് ഇവിടുന്ന് കമ്പം വരെ വണ്ടി ഓടിക്കുന്നത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓടിക്കും അല്ലേ. അങ്ങനെ കൊടൈക്കനാൽ വരെ നീ ഓടിക്കുന്നില്ല. നമ്മുടെ ഇവിടെ നിന്ന് എത്രയാണ് 240 കിലോമീറ്റർ അല്ലേ. ഞങ്ങളുടെ എരുമേലിയിൽ നിന്ന് ഞങ്ങൾക്ക് കൊടൈക്കനാലിലോട്ട് 240 കിലോമീറ്റർ സംതിങ് ആണ്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ ചങ്കുകളെ ഇതേ നമ്മളങ്ങനെ പീരുമേട് എത്തി കേട്ടോ. പീരുമേട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി കേട്ടോ. പീരുമേട്ടിലൊക്കെ കൂടുതലും നമുക്ക് ബോർഡുകളൊക്കെ തമിഴിലും കാണാൻ സാധിക്കും കേട്ടോ. കാരണം ഇവിടെ ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ പണിയുന്ന ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ ആയ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അവർക്കൊക്കെ മനസ്സിലാകാനും ഒക്കെയാണ് കേട്ടോ. ഇവിടുത്തെ മലയാളം എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ തമിഴ് ഒക്കെ കലർന്ന രീതിയിലുള്ളൊരു മലയാളം കൂടെ വരും കേട്ടോ. എന്നാ ആണോ? അതെ, ഉണ്ണിക്കുട്ടൻ പറയുന്നത് പീരുമേട് ബ്യൂറേജ് ഇവിടെ ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ കാഴ്ചകൾ. എന്നാ പുറയിൽ ചിരിക്കുന്നേ? രണ്ടെണ്ണത്തിന്റെ പുറയിൽ വെച്ചിട്ട് ശ്രുതി, ഹായ്, ഹലോ ശ്രുതി. പിന്നെ എൻ്റെ പ്രൈസി ഉണ്ട്, ശ്രുതി ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പം സമയം എത്ര 10-11 മണിയായല്ലേടാ. ഞങ്ങള് ഇന്ന് വെളുപ്പിനെ 4 മണി തൊട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. അതായത് 4 മണിക്ക് ഇറങ്ങുമെന്ന്. ഞങ്ങൾ ഉറക്കം എണ്ണീച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഉറക്കം എണ്ണീച്ച് 7:30 ആയപ്പോൾ ഞാൻ എണ്ണീച്ച് ഇവനെ വിളിച്ചപ്പോൾ ഇവൻ കട്ടിലിൽ നിന്ന് എണ്ണീച്ചിട്ട് പോലില്ല. അങ്ങനെ ഇനിയിപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം. എന്നാണെങ്കിലും നമ്മൾ തീരുമാനിച്ച് അവിടെ പോകണം. ഞങ്ങളവിടെ റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അത് കൺഫേം ആണോ എന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഇല്ലെങ്കിൽ കിട്ടുന്ന എവിടെയെങ്കിലും റൂം എടുക്കേണ്ടി വരും കേട്ടോ. ഞങ്ങൾ പെട്ടെന്നുള്ളൊരു യാത്രയാണ്. നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്തെന്നല്ല പോകുന്നത്. ഇനിയിപ്പം റേഞ്ചിലൊക്കെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ മറ്റേ കേരളത്തിൻ്റെ എവിടെ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും പുലികളാണെന്നാണ് പറയുന്നത് കേട്ടോ. ആ സത്യ കാര്യം കേട്ടോ. നമ്മളിവിടെ കണ്ടോ മൊത്തം വളവും തിരിവും. ഇവിടെയൊക്കെ ഓടിക്കാൻ കുറച്ച് സെറ്റപ്പാണ്. ഇവിടെയൊക്കെ ഡ്രൈവിങ് പഠിക്കുന്നവരൊക്കെ പുലികളായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ പരുന്തുംപാറയ്ക്ക് ഇവിടുന്ന് റൈറ്റിലോട്ട് പോയാൽ പരുന്തുംപാറയ്ക്ക് പോകുന്ന വഴി കേട്ടോ. ഇവിടുന്ന് റൈറ്റിലോട്ട് കയറിപ്പോയാൽ കണ്ടോ ഒരു ആർച്ചൊക്കെ ഉണ്ട്. ഇവിടുന്ന് 7 കിലോമീറ്ററാണ് പരുന്തുംപാറയ്ക്ക് കേട്ടോ. വഴിനീള പശുക്കളെയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കാരണം ഇവിടെ എല്ലാം തേയിലത്തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പശുക്കളൊക്കെയാണ് കേട്ടോ. അതിനൊന്നും ഇങ്ങനെ കെട്ടിയിടുന്ന അല്ല, ഫുള്ള് റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വിട്ടേക്ക് കേട്ടോ. അപ്പോൾ ചങ്കള് സമയം അങ്ങനെ 12 മണി ആയിട്ടുണ്ട് കേട്ടോ. 10 മണി 10:30 തുടങ്ങി ഞങ്ങളുടെ യാത്ര 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കുമളി കയറി വന്നു കേട്ടോ. ഞങ്ങൾ ഹൈ റേഞ്ച് കയറി ഇതേ കുമളിയിലെത്തിയിട്ടുണ്ട്. കുമളി ഇനിയിപ്പോൾ ബോർഡറാണ് അല്ലേടാ, കുറച്ചങ്ങോട്ട് ഇന്ന് ബോർഡർ കേട്ടോ. പലഹാരക്കടയിലെ പലഹാരങ്ങൾ ഞങ്ങളെ നോക്കി ചിരിക്കുന്നു. 12 മണിയായി ഇപ്പോൾ കടി കഴിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേടാ. അതെന്നാന്നറിയത്തില്ല, ഉണ്ണിയുടെ അമ്മ ഉണ്ടാക്കിയ ചപ്പാത്തി. ശ്രുതിക്കാനത് പങ്കില്ലെന്നാണ് പറഞ്ഞേ. ഓ എന്ത് ക്യാമറയാടാ, 1 2 3 4 എത്ര മൊത്തം ക്യാമറ. ബോർഡർ ആയതുകൊണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ബോർഡർ ചെക്ക് പോസ്റ്റ് കയറും അല്ലേ. അങ്ങനെ നമ്മളിതാ ചെക്ക് പോസ്റ്റ് കയറുവാണ്. കേരളത്തിനോട് കുറച്ച് നേരം ഒരു 2 ദിവസത്തേന് ടാറ്റ പറഞ്ഞുകൊണ്ട് ഇതേ നമ്മളിങ്ങനെ നേരെ ചെക്ക് പോസ്റ്റ്. തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ കണ്ടോ ആ ഒരു പ്രത്യേക വൈബ് കണ്ടോടാ.
മൊത്തം അവരുടെ KSRTC കൊണ്ട് തലങ്ങും വിലങ്ങും അവരുടെ വണ്ടികളാട്ടോ, ഫുള്ള് അവരുടെ വണ്ടികളും കാര്യങ്ങളും കേട്ടോ. നല്ല അത്യാവശ്യം നല്ലൊരു ഹമ്പ് കേട്ടോ, ഹമ്പൊക്കെ ചാടിച്ച്. തമിഴ്നാട്, പൊളി പൊളി. തമിഴ്നാട്ടിലെ KSRTC കിടക്കുന്നുണ്ടോ? അല്ല TNRTC അല്ലടാ, സോറി, RTC, റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞോ, കയറിപ്പോയതാട്ടോ. അങ്ങനെ ചെക്ക് പോസ്റ്റിൽ ഇലക്ഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ചെക്കിംഗ് ഒക്കെ കാണും കേട്ടോ, താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കേട്ടോ. ഇലക്ഷൻ ടൈമല്ലേ. പിന്നെ കളർ കോഡുകളൊന്നും ബാധിക്കാത്ത ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കണ്ടോ. കളർ കോഡിന് പിടികൊടുക്കാത്ത ഒരുപാട് ബസ്സുകൾ. നമ്മുടെ നാട്ടിലൊക്കെ കളർ കോഡ് വന്നെങ്കിൽ ഇവിടെ ഒന്നും ബാധകമല്ല കേട്ടോ. ഒരുപാട് ബസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പോളി വൈബ്. ഡിഫൻഡറും ഉണ്ടോടാ, നടന്മാരുടെ വല്ലതായിരിക്കും. SCTC അല്ലേ? ഇതൊക്കെ ലോങ് പോകുന്ന ബസ്സായിരിക്കും അല്ലേ, ലോക്കൽ ബസ് അല്ലേ. ഒരു രസമുണ്ടല്ലോ തമിഴ്നാട്ടിലെ വണ്ടി കാണുമ്പോൾ അല്ലേ. നമ്മുടെ KSRTCയുടെ അത്രയും വരത്തില്ല എങ്കിലും ഒരു കളർ കോഡും കാര്യങ്ങളും ഒക്കെ ഒരു രസമുണ്ട്. അപ്പൊ ചങ്കള് ഇത് നമ്മളിങ്ങനെ ലോവർ ക്യാമ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ. ആ ഒരു സത്യം പറഞ്ഞാൽ നട്ടുച്ച സമയമാണ്. പക്ഷെ ആ റോഡിലെ ആ ഒരു തണൽ കണ്ടോ, മരങ്ങൾ ഇങ്ങനെ മൊത്തം കുട വിരിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. നമ്മൾ പതിയെ വേണം ഇറങ്ങി പോകാം. ഫ്രണ്ടിലെല്ലാം വണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ ഇങ്ങനെ ഇറങ്ങി പോകട്ടോ. ആ ഒരു റോഡിൻ്റെതായ ഒരു മൊത്തം നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിലുള്ള ഒരു കാഴ്ച കേട്ടോ. മൊത്തം പച്ചപ്പുകളും ആ ഒരു ഹരിത ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പോകട്ടോ. ഇടയ്ക്ക് ഇതുപോലെ വലിയ വണ്ടിക്കാരൊക്കെ ഇടയ്ക്കൊന്ന് ഒതുക്കി തരും കേട്ടോ, നമുക്കൊന്ന് പോകാനായിട്ട് അവരൊന്ന് ചവിട്ടി തരും. പിന്നെ വഴിയരികിൽ ഒരുപാട് വാനരന്മാരെ കാണാൻ സാധിക്കുന്നുണ്ട്. കുരങ്ങന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കൊന്ന് ടൂറിസ്റ്റുകളായിട്ടുള്ളവരൊക്കെ കൊടുക്കുന്ന ഫുഡുകളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുരങ്ങന്മാരൊക്കെ ആയിരിക്കും കാണുന്നുണ്ടോ. തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ കണ്ടോ ഹെൽമെറ്റിൻ്റെതായ അല്ലേ, ഹെൽമെറ്റൊക്കെ ചിലരൊക്കെ വെക്കുന്നുള്ളൂ അല്ലേടാ. ബോർഡർ ഏരിയ ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് തന്നെ അല്ല, നമ്മുടെ ഈ ബോർഡർ ഏരിയയിലൊക്കെ എൻ്റെ ആൻറ്റിയുടെ വീട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ അല്ല, കമ്പം മെട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. അവരൊക്കെ സാധനമൊക്കെ മേടിക്കാനായിട്ട് കമ്പത്തൊക്കെ പോയി സാധനമൊക്കെ, കാരണം വിലക്കുറവൊക്കെ ഉണ്ടാവും പച്ചക്കറികൾക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലക്കുറവുണ്ട് കേട്ടോ. ആകാശം കണ്ടോ, ആ ഒരു പച്ചപ്പിനിടയിലൂടെ നമ്മൾ ആകാശത്തെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചകളുണ്ട്. അടിപൊളിയല്ലേ. എന്നാണെങ്കിലും നല്ല പൊളി കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടി കൊണ്ട് വരുമ്പോ അവിടുന്ന് പെർമിറ്റ് എടുത്ത് ഇവിടെ കൊണ്ട് പതിപ്പിക്കണം കേട്ടോ. ആണോ? ആണ് ലോവർക്കാണ്. അപ്പൊ ഈ പതിപ്പിച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടുന്ന് അല്ലെങ്കിൽ വഴിക്ക് വിളിച്ചാൽ പെറ്റി കിട്ടും. അത് നമ്മുടെ പതിപ്പിക്കുന്നതിന് പൈസ കൊടുക്കണോ? വേണ്ട വേണ്ട, നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും എല്ലാം ഒറിജിനൽ കാണിച്ചാൽ മതി. പൈസ ഒറിജിനൽ കാണിക്കണം അല്ലേ? ടാക്സി വണ്ടിക്ക് എല്ലാം ഒറിജിനൽ കാണിക്കണം. യാത്രക്കാരൊക്കെയുണ്ട്, യാത്രക്കാരുടെ വയസ്സ്, എവിടെ പോകുന്നു, എപ്പോൾ തിരിച്ചു വരുന്നു. തമിഴ്നാട് ഈ ഒറ്റ റോഡ് അങ്ങ് വരെ കിടക്കുന്നുണ്ട് നേരെ. എടാ പെട്രോൾ അടിച്ചോട്ടോ. പമ്പ എവിടെ ഉള്ളത്? But I'm so frustrated. Hello to my loneliness. I guess
that ignorance is bliss. Take me back to before the new. Rewind, take it out of cue. Innocence can be a young man's game. Signed up for the hall of shame. ആ ചങ്കളത് ഇപ്പൊ ഡ്രൈവർ ചേഞ്ച് ആയിരുന്നു കേട്ടോ. ഞാനിപ്പോ വണ്ടി ഓടിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനാണ് കുറച്ച് അങ്ങോട്ട് ഓടിക്കുന്നത്. ഇവിടുന്ന് കുറച്ചേ ഓടിക്കുന്നുള്ളൂ ഞാൻ കേട്ടോ. അത് ഉണ്ണിക്കുണ്ട് തന്നെ വണ്ടി ആ പിന്നെ ഓടാ ഇപ്പൊ നമ്മള് കമ്പത്ത് വന്ന് നമ്മുടെ വണ്ടിയുടെ പെട്രോൾ അടിച്ചു കേട്ടോ. വണ്ടിക്കകത്ത് ഇനി പെട്രോൾ അടിച്ചു. കാരണം ഇവിടെ 105 104 എങ്ങാണ്ടേ ഉള്ളായിരുന്നു. നമ്മളവിടെ 108 സംതിങ് അല്ലേ. അപ്പൊ ലാഭം നോക്കി അടിച്ചല്ല, നമ്മളിവിടെ 102 ആ നമുക്ക് അത്രയും കിട്ടിയില്ലേ. അതിൻ്റെതായ ഒരു സന്തോഷത്തിൽ ഞങ്ങള് ഒരു 1500 രൂപയ്ക്ക് അടിച്ച്. നമുക്ക് അത്രയും മതിയായിരിക്കും. പിന്നെ അവിടെ വേണേ അവിടെ നിന്ന് ഫില്ല് ചെയ്യാമല്ലോ. ഇപ്പം ചൂടുകാലമൊക്കെ ആണെങ്കിൽ നമ്മൾ അധികം അടിക്കണ്ടല്ലോ. അപ്പൊ നമ്മളിങ്ങനെ പൊക്കോട്ടിരിക്കണോ. ഇപ്പം ഉണ്ണിക്കൂട്ട ഇങ്ങോട്ടൊന്ന് കാണിച്ചടാ. ക്യാമറമാൻ ഉണ്ണിക്കൂട്ടനാണ് കേട്ടോ. അപ്പൊ ഈ സംഭവം ഇഷ്ടംപോലെ തെങ്ങും പാടും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാം കേട്ടോ. ഫുള്ള് തെങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക്. I know I gotta do it. The truth is hard to swallow. I think I'll chew it. അങ്ങനെ ചങ്കുകളെ അത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി കയറി. ഫുഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫുഡ് കേട്ടോ. അതിനിപ്പോൾ ജസ്റ്റ് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി കേട്ടോ. അത് ജസ്റ്റ് ഒന്നും ഇപ്പോൾ കഴിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ വഴിയിലൊക്കെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കേട്ടോ. അത്യാവശ്യം നല്ലൊരു വാഗമരത്തിൻ്റെ തണലിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് ഇങ്ങോട്ട് നോക്കിയാൽ കേട്ടോ, നമ്മുടെ ഇതിന് മുകളിൽ എനിക്കൊന്ന് കേരളമായിരിക്കും കേട്ടോ ഒരു പക്ഷേ. എന്താണേലും നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ ഒരു തമിഴ്നാട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫുള്ള് നിരപ്പായിട്ടുള്ള ഒരു ഭൂപ്രകൃതി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ പുറകിലൊരു മലയും, അവിടെ എന്തോ കാട്ടുതീ പോലെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മലയൊക്കെ പുകയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, ഞങ്ങളൊരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ നിർത്തിയേക്കാം. ഈ ഒരു സൈഡിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് മറ്റേ തെങ്ങും തോപ്പാ. എന്നാ രസമാണെന്ന് നോക്കിയാൽ, ട്രാക്ടറുകളും തെങ്ങും തോപ്പും. പ്രത്യേക ഒരു വൈബാട്ടോ. ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രത്യേക ഒരു വൈബിലാട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോണേ. അപ്പോൾ അത് ഞങ്ങൾ തമിഴ്നാട്ടിലെ ചിന്നമന്നൂർ വന്നിട്ട് നമ്മൾ മട്ടൻ ബിരിയാണി കഴിക്കട്ടോ. അപ്പം ഇങ്ങനൊരു പ്ലേറ്റിലാണ് വന്നിട്ടോ. ഒന്ന് പൊളിച്ച് നോക്കട്ടോ മട്ടൻ ഉണ്ടോ. ഓ പീസ് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം മട്ടൻ ബിരിയാണി ഇതന്നായിരുന്നു. നിനക്കെന്നാ പറ്റി ശ്രുതി? കാലോ ചിക്കൻ കാല്. ശ്രുതിക്ക് സ്പെഷ്യൽ കേട്ടോ. ചിക്കൻ കാല് തള്ളിയിരിക്കുക. നിനക്കൊണ്ടോടി? ഇത് നാട്ടുകോഴി കേട്ടോ. നാട്ടുകോഴി എന്ന് പറഞ്ഞാൽ നാടൻ കോഴിയായിരിക്കും. നാടൻ കോഴീൻ്റെ നല്ല പീസാ. ഉണ്ണിക്കോട്ടെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടോ? ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കി. ഞാനിത് പതിയെ പ്ലേറ്റിലോട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ മട്ടൺ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്നാണേലും ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് വേണം. ഉണ്ണിക്കോട്ടെ എങ്ങനെ ഉണ്ടായിരുന്ന ആണോ? ശ്രുതി എങ്ങനെ ഉണ്ട്? കഴിച്ചോ? ആണോ? നിനക്ക് നിന്നോട് ചോദിച്ചില്ലേ ആദ്യം മട്ടൺ വേണമെന്ന്? ആണ്ട് അവൻ്റെ മേടിച്ചിന്നാണോ? ആണോ? ട്രേസി എങ്ങനെയുണ്ട്? കഴിച്ചായിരുന്നോ? ഓക്കെ, നോക്കിയിട്ട് പറയാം കേട്ടോ. ചങ്കുകളിത് നമ്മളങ്ങനെ ചുരം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ. കൊടൈക്കനാൽ വഴിയിലാണ്. വളരെ വീതി കുറഞ്ഞ വഴിയാണ് കേട്ടോ. അതായത് 2 വണ്ടികൾക്ക് കഷ്ടിച്ച് പോകുന്ന രീതിയിലാണ്. പിന്നെ ബാരിക്കേഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ പതിയെ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ. അത്യാവശ്യം ഒരു മൂടിയ ക്ലൈമറ്റ് കേട്ടോ. ഇപ്പം ഞങ്ങൾ എ സിയും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തു. കാരണം ഇച്ചിരി തണുപ്പൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഓഫ് സീസൺ
സീസണായി വരുന്നതല്ലേ ഉള്ളൂ, തണുപ്പ് കാലമൊന്നും അല്ല എങ്കിൽ പോലും അത്യാവശ്യം തണുപ്പ് കണ്ടു. പിന്നെ എങ്ങനെ തണുപ്പ് എടുക്കാതിരിക്കും അല്ലേ, കാരണം ഈ മരങ്ങളൊക്കെ ഉണ്ടോ, പല വർണ്ണാഭമായ പല കളറുകളിലുള്ള മരങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോകാം. നമ്മുടെ ഫ്രണ്ടിലൊരു SCTC ഇവിടുത്തെ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു വണ്ടി കയറി പോകുന്നുണ്ടാവും, അവനുണ്ടാക്കുന്ന ബ്ലോക്കാണ്. ഞങ്ങൾ 4ാമതായിട്ടാണ് പോകുന്നത്. പിന്നെ ഇടതൂർന്ന മരങ്ങളും അതുപോലെ തന്നെ കുരങ്ങന്മാർ കേട്ടോ, ഇഷ്ടംപോലെ കുരങ്ങന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മനുമോനെ ഹായ്, ശ്രുതേ എല്ലാവരും ഉണ്ട്. പ്രീതി എങ്ങനെയുണ്ട്, തലവേനയുണ്ടോ? തലവേന കേട്ടോ, ഒരു രക്ഷയില്ല. തലവേന എന്ന് പറഞ്ഞാൽ അന്യായ തലവേനയുണ്ടോ. അത് എന്നാന്ന് അറിയത്തില്ല, കയറുന്നതിനെയാണോ ഇറങ്ങുന്നതിനോ. ഇത്ര നേരം എനിക്കില്ലായിരുന്നു, ഇപ്പം എനിക്കും പതിയെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ഫ്രണ്ടിലാ പോകുന്ന വണ്ടി ഇങ്ങനെ, ഫ്രണ്ടിലാവുമ്പോൾ വഴിയൊരുക്കുക അല്ലേടാ, രാജാവിന് വഴിയൊരുക്കുക എന്നൊക്കെ പറയുന്നതല്ലേ. നോക്കിയാൽ നിങ്ങളിങ്ങോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതുണ്ട് ആ മരങ്ങളുടെയൊക്കെ ഒരു ഭംഗിയുണ്ടോ, എന്തേരും ഇങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ചേക്കുക. എനിക്കത് യൂക്കാലിറ്റാസ് മരങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു, ജഗതിച്ചേട്ടൻ പറഞ്ഞ പോലെ യൂക്കാലിറ്റാസ് മരങ്ങൾക്കിടയിലൂടെ അല്ലേ എന്ന് പറഞ്ഞ പോലൊക്കെ കേട്ടോ. ഓണൊക്കെ അടിച്ച് പതിയെ വേണം പോകണ്ടോ. കണ്ടോ അത്യാവശ്യം വീതിക്കുറവ് കേട്ടോ, ഭയങ്കര വീതിക്കുറവോ. നമ്മൾ വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടയില്ല കേട്ടോ. നമ്മളിപ്പോൾ യൂക്കാലി മരങ്ങളുടെ നടുവിലൂടെയാണ് പോകുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണം കേട്ടോ. ഇതിൽ നമുക്ക് ഇങ്ങനെ പോകുമ്പോഴേ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കേട്ടോ. അപ്പോൾ ചങ്കളത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതിപ്പോൾ കൊടൈക്കനാൽ പോകുന്ന വഴി കേട്ടോ. അപ്പോൾ ഒരു ചായ 4 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കരുത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു നിന്നപ്പം ചൂട് ചായയല്ല, ചായ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഏകദേശം ഒരു ക്വാളിറ്റി മനസ്സിലായി കേട്ടോ. നമ്മൾ ആ മുമ്പേ കുടിച്ച സൂപ്പർ ചായ ആയിരുന്നു. ഇത് കുടിക്കുന്നതിന് മുമ്പേ എനിക്ക് മനസ്സിലായി, കാരണം ഇത് ഞങ്ങളുടെ എരുമേലിലെ ചായ കേട്ടോ. സീസൺ അയ്യപ്പങ്കോളാകുമ്പോൾ എരുമേലിൽ കിട്ടുന്ന അതേ സെയിം സാധനം, സാഗറിൻ്റെ പൊടിയാന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ സിൽവർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ സിൽവർ പാലസ് കൊടൈക്കനാൽ പോകുന്ന വഴിക്ക് റൂട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഒരു കടയിൽ വന്നാണ്. ഞാൻ കടയിലുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം വെളുത്തുള്ളിയാണ് തൂക്കിയിട്ടേക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി ഇത് 300 രൂപയാണ് ഈ വെളുത്തുള്ളിയുടെ കേട്ടോ. കംപ്ലീറ്റ് വെളുത്തുള്ളികൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കും. പിന്നെ അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. മുട്ട ബജ്ജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മാങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അണ്ണാ ഇത് മാംഗോസ്റ്റീൻ ആണോ? മാംഗോസ്റ്റീൻ എന്നെ പേര് മാംഗോ മുട്ട ബജ്ജി ഉണ്ട്, മുളക് ബജ്ജി, കോളിഫ്ലവർ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തുറന്നിരിക്കുന്നതുകൊണ്ടേ നമുക്ക് മനസ്സിനൊരു മേടിച്ച് കഴിക്കാനുള്ളൊരു, നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ, മേടിച്ച് കഴിക്കാനൊരു വൈക്ലഭ്യം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മുമ്പേ പറഞ്ഞത് എന്തെങ്കിലും മാറി കാസ്റ്റൽ എന്നങ്ങാണ്ട് പറഞ്ഞത് സിൽവർ കാസ്കേഡ് പാർക്ക് അവിടെയാണ് കേട്ടോ. പാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടം. എനിക്കൊന്നും മഴയില്ലാത്ത സമയമുണ്ട്, വെള്ളം കുറവാണ്.
എങ്കിൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ. അത്യാവശ്യം ഇവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർക്കുന്നതിനെന്നറിയോ, എൻ്റെ പപ്പാടെ പപ്പ അപ്പച്ചൻ, ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചു പോയി കേട്ടോ. ഞങ്ങളുടെ അപ്പച്ചനും ഞാനും ഒരു 2-3 വർഷം, ഒരു 3-4 വർഷങ്ങളായെന്ന് തോന്നുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ട് ഈ കാണുന്ന സ്ഥലത്ത് ഞങ്ങൾ ഫോട്ടോസൊക്കെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പച്ചൻ്റെ ഈ ഒരു ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോ കേട്ടോ. ഞങ്ങൾ പണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്ന് ആ ഫോട്ടോസ് എടുത്തിട്ടുള്ള കേട്ടോ. ഈ കാണുന്ന സ്ഥലം കൂട്ടി ഞങ്ങൾ എടുത്തിട്ടുള്ള കേട്ടോ. ഞാനിവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഓർമ്മ വരുന്നു കേട്ടോ. നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്ന് തന്നെ. പക്ഷേ നമ്മുടെ എന്താ പറയുക, ഞങ്ങളുടെ നല്ല വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അത്രയൊന്നും ഇല്ല കേട്ടോ. വളഞ്ഞങ്ങാനം എനിക്ക് തോന്നുന്നു ഇതിൽ ഹൈറ്റിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് അവർ തടാകം പോലെ വാർത്തിട്ടേക്ക് കേട്ടോ. ചെറിയ സ്റ്റെപ്പ് പോലെ വളർന്നേക്കുക. അവിടെ ഇങ്ങനെ ഇങ്ങനെ വെള്ളം വരും കേട്ടോ. എനിക്കൊന്ന് നല്ല വെള്ളമുള്ള മഴക്കാല സമയമൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. നല്ല അടിപൊളി വൈബായിരിക്കും. ഇപ്പം വെള്ളം നൂല് പോലെ ഉള്ളൂ, കുറച്ച് വെള്ളം ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ ക്യാമറ നമ്മൾ ഈ മൈക്കിലൂടെ കേൾക്കുന്ന പോലെ അത്യാവശ്യം ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വന്നിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് മേടിക്കാനായിട്ട് വന്ന കേട്ടോ. ഫുഡ് മേടിക്കാനായിട്ട് ആദ്യം റൂമിൽ പോയി. ആദ്യം നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത റൂമുണ്ടല്ലോ, അങ്ങ് ഭയങ്കര ഗുദാവിലായിരുന്നു. ഗുദാവെന്ന് പറഞ്ഞാൽ ഓഫ് റോഡായിരുന്നു. ഈ വണ്ടി അങ്ങോട്ട് കയറിപ്പോയി ബമ്പർ പണയം വെക്കണ്ട വന്നേനെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ അവിടെ പോവാതെ വേറെ അത് ക്യാൻസൽ ചെയ്തു. വഴി കണ്ടിട്ട് ക്യാൻസൽ ചെയ്തു. അവിടെ പിന്നെ 2 പേരോട് ചോദിച്ചാൽ ക്യാൻസൽ ചെയ്ത് വേറെ റൂം എടുത്തു കേട്ടോ. മലയാളിയായിട്ടുള്ള 2 ചേട്ടന്മാരെ കണ്ടുകൂട്ടി വഴി വെച്ച്. അപ്പോൾ അവർക്ക് ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ താമസിക്കുന്നത്. അവിടെ പോയി സാധനം എല്ലാം വെച്ചു. അപ്പം അവിടുന്ന് വെള്ളമെല്ലാം എടുത്തിട്ട് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ മഹാരാജ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്ക്, അത്യാവശ്യം മലയാളികളാണ് മൊത്തത്തിൽ. ഉണ്ണിക്കൊണ്ട് അവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി റൂമിൽ പോയിരുന്ന് കഴിക്കാമെന്ന് വെച്ചാൽ അതാകുമ്പോൾ നമുക്ക് കുളിച്ചിട്ട് ഫ്രഷായിട്ട് സമാധാനത്തിൽ കഴിക്കാമല്ലോ. അതിനുവേണ്ടി നേരെ അങ്ങോട്ട് പോയിക്കോട്ടോ. കൊടൈക്കനാലിൽ ഇന്ന് 2ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന കൊടൈക്കനാലിൽ ഒരു വ്യൂ കാണിക്കാം കേട്ടോ. ഒരു ലേക്കാണ്. ലേക്കിൻ്റെ പേരെന്നാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. പക്ഷേ രാവിലെ ഇന്ന് മൊത്തത്തിൽ ശോകമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രാവിലെ എണ്ണിക്കാനൊക്കെ ലേറ്റായി. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുക. അത് ഇവിടെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ പെഡൽ ബോട്ട് ചവിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു, ഉറങ്ങിപ്പോയായിരുന്നു കിടന്ന്. ഇനിയിപ്പം അത്യാവശ്യം മനോഹരമായ ഒരു ലേക്ക് നിങ്ങളിലേക്ക് കാണിക്കാം. നോക്കട്ടെ. ഞാൻ പെഡൽ ബോട്ടേ പോയി. ഇവന് പേടിയാ. നിനക്ക് പേടിയല്ലേ? എനിക്ക് പേടിയില്ല. ട്രേസിക്ക് പേടിയാണോടി ബോട്ടേ കയറേ? അതിനാ ഇവിടെ എനിക്ക് മാത്രമേ ഉള്ളൂ ചങ്കള്. എനിക്ക് മാത്രമേ ഉള്ളൂ പേടിയില്ലാത്തതും. അതുപോലെ തന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രിപ്പുകളിലൊക്കെ പോകാനായിട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എന്നാണെങ്കിലും അങ്ങോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ചങ്കള് ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കുതിരകളൊക്കെ നിൽപ്പുണ്ട്. എനിക്ക് ഇതിനകത്ത് കയറാനായിട്ട് ചെറിയൊരു ധൈര്യക്കുറവ് ഈ ഒരു കാര്യത്തിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് റിസ്ക് എടുക്കുന്നില്ല. ഉണ്ടോ കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ. വേണം നമുക്ക് എടുക്കാം. ഞാൻ റേറ്റ് പിന്നെ ചോദിക്കാം കേട്ടോ. വണ്ടി പുറകിലിട്ടിട്ട് കൊടൈക്കനാൽ ഒന്ന് നടന്ന് കാണാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളൊന്ന് നടന്ന് കാണുവാണ്. പിന്നെ രാവിലത്തെ ഫുഡും കഴിച്ചില്ല. അപ്പോൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ. ഇതൊക്കെയാണ് കാഴ്ചകൾ കേട്ടോ. തിരക്ക് പിടിച്ച കൊടൈക്കനാൽ പട്ടണമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. സ്കൂളിൽ പോകുന്ന പിള്ളേരെയും അല്ലാതെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കൊക്കെ പിടിച്ച സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്നാടാ കിടക്കാം. ഫുഡ് കഴിക്കാനായിട്ട് എന്നൊക്കെ ഇരിക്കണ്ട. ഇഡ്ഡലി, പൊടി ദോശ, മുട്ട ദോശ, ആനിയൻ ദോശ, നെയ് റോസ്റ്റ്. നെയ് റോസ്റ്റ് ഉണ്ട്.
കൈ കഴുകിയിട്ട് വരണം. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഫുഡാണ് കേട്ടോ. മസാല ദോശയാണ് രാവിലെ കഴിക്കുന്നത്. ഉണ്ണിക്കുട്ട എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഉണ്ണിക്കുണ്ടും ഞാനും മസാല ദോശ. പ്രൈസി മാത്രം എന്നാടി കഴിച്ച് പ്ലെയിൻ റോസ്റ്റ്, നെയ് റോസ്റ്റ്. അപ്പോൾ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ കഴിക്കാം. ഇത് ചട്നി, സാമ്പാർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടോ. ഞാൻ പിന്നെ ഏത് സ്ഥലത്ത് പോലും അവിടുത്തെ ഫുഡ് അടിച്ചിരിക്കും കേട്ടോ. എനിക്ക് വയറിന് വേറെ പ്രശ്നങ്ങളൊന്നും സർവ്വരീതി വരാറില്ല. ഇനി അറിയത്തില്ല. ഓടാ. ഇല്ലെന്ന് പറയാനോ പോയി. ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്. അവിടെ മറ്റേ നമ്മുടെ എന്നാ അതിൻ്റെ പേര് 70 അല്ലേ, 70 സിനിമ കാണണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാണ് ഈ പുറകെ വരുന്ന രണ്ടെണ്ണം. അങ്ങനെ അത് കാണാനായിട്ട് പോകും കേട്ടോ. 70 സിനിമ കാണാനായിട്ട് പോകും. 70 കാണാനായിട്ട് വന്നേക്കട്ടോ. ഞങ്ങളാ ഫസ്റ്റ് ഇന്ന് ഇവിടുത്തെ റൈഡെല്ലാം ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളാ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആരുമില്ല, ഞങ്ങൾ 4 പേരേ ഉള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ ഇവരുടെ സ്ക്രീനും കാര്യങ്ങളും എല്ലാം കേട്ടോ. ഏതാ കണ്ണാടിയൊക്കെ ഉണ്ടോ? ആണോ? അതേ ഒരു കണ്ണാടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഇതേ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 4 പേരേ ഉള്ളൂ കേട്ടോ. ഇനി ആൾക്കാർ വരുമോന്ന് അറിയത്തില്ല. പ്രൈസി എങ്ങനെയുണ്ട്? കണ്ണാടി എന്ന് വെച്ച് നോക്കിയേ. ആ പൊളി. അതിനാ നിനക്കോ? എടാ നാണം ഉണ്ടോടാ നിനക്ക്? ബോട്ടേ കയറാൻ നാണമാന്ന് പറയാം. ഇത് ഈ കാണുന്ന മനോഹരമായ ബോട്ടുകളിൽ കയറാനായിട്ട് ഇവനൊക്കെ നാണമാണ്. ചമ്മലാണ്. എന്നാ ചെയ്യാൻ പറ്റും? നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ കുതിര സവാരി ചേട്ടന്മാരെയൊക്കെ നമുക്കിവിടെ വീണ്ടും കാണാൻ സാധിക്കും.
ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. നമ്മളിന്ന് ഗുണ കേവിലോട്ടാണ് അടുത്ത പോകുന്നത് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഓൾറെഡി കഴിഞ്ഞ വർഷം വന്നുകൊണ്ട് അങ്ങനെ ഒത്തിരി കാണാനൊന്നും ഇല്ല. പിന്നെ ഒരു രസം വെച്ചിങ്ങ് പോകുന്നതായതുകൊണ്ട് നമ്മളിനിപ്പോൾ ഗുണ കേവ് കാണാൻ പോകണം കേട്ടോ. ഏതായാലും മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് ഗുണ കേവ് ഒക്കെ ഒന്ന് പോയി കണ്ടേക്കാം ഒന്നുകൂടെ അല്ലേടാ. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ കേട്ടോ. ഭയങ്കര ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. ഇത് കിലോമീറ്ററുകൾ ഇങ്ങനെ ബ്ലോക്കാന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ പെട്രോൾ കത്തി തീരത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ആ മറ്റേ കുട്ടിക്കാലം പോകുന്ന സമയത്ത് കാണുന്ന പോലുള്ള പൈൻ ഫോറസ്റ്റുകളാണ് കേട്ടോ. ഒരുപാട് പൈൻ മരങ്ങൾ, അതുപോലെ തന്നെ ഇടതൂർന്ന് നിൽക്കുന്ന യുക്കാലി മരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പക്ഷെ ഇതാണ് സംഭവം, ബ്ലോക്കാണ് കേട്ടോ. ഇങ്ങോട്ട് മാത്രമല്ല പുറകോട്ടും ഉണ്ട് കേട്ടോ. അത്യാവശ്യം കണ്ടോ, പുറകോട്ട് ഇങ്ങനെ ബ്ലോക്ക് കേട്ടോ. ഫ്രണ്ടിലും പുറകിലും എല്ലാം ആയിട്ട് ബ്ലോക്ക് കേട്ടോ. ചങ്കുകളെ ഈ കാണുന്ന ഇവിടുത്തെ പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. ഭയങ്കര തെള്ളെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ബ്ലോക്കാണ്. പിന്നെ നമ്മുടെ അവിടെയൊക്കെ പൈൻ ഫോറസ്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ കയറുന്നില്ല കേട്ടോ. എന്തിനാ കൊടൈക്കനാൽ വന്നെന്ന് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഇന്നലെ നമ്മുടെ നാട്ടിൽ നല്ല ചൂടല്ലേ, ഇന്നലെ കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു, അതാണ് ഒരു മെച്ചമുള്ളത് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലായി എന്നാ തിരക്കാന്നറിയോ, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര തിരക്കാണ്. തിരക്കും വണ്ടി അനങ്ങുന്നില്ല കേട്ടോ, ബ്ലോക്ക് കേട്ടോ. പൈൻ ഫോറസ്റ്റിൽ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാട്ടോ ഈ കാണുന്നത്. ഏതാ ഭയങ്കര തിരക്കല്ലേടാ, ഒരു രക്ഷയില്ലട്ടോ. ഭയങ്കര തിരക്കാട്ടോ. പുള്ളിനെ വണ്ടി ഓടിക്കാൻ അങ്ങനെ ഉണ്ടോ ഇപ്പം? ആണോ? ഈ സമയത്തൊന്നും ഇങ്ങോട്ടൊന്നും വന്നേക്കില്ല കേട്ടോ. ഭയങ്കര തിരക്കാട്ടോ. ചിത്രം സിനിമ ഒക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് കേട്ടോ. മോഹൻലാലിൻ്റെ ചിത്രം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ നേരിടുന്ന പ്രശ്നം മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ, ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്കെന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക്. ഇതുണ്ട്, നീണ്ടു നിവർന്ന് കിടക്കുന്ന ബ്ലോക്ക് കേട്ടോ. ഒരു രക്ഷയില്ല. ഈ സൈഡിലോട്ടൊക്കെ നോക്കി കണ്ടോ എന്നാ ബ്ലോക്കാണെന്നറിയാവോ. പക്ഷേങ്കിൽ ഈ ഒരു അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അതാണ് ഒരു മെച്ചം കേട്ടോ. ആ തണുപ്പുള്ളതാണ് ഒരു മെച്ചം എന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങൾ ഫൈനലി ഗുണ കേവിൻ്റെ അവിടെ വന്നു കേട്ടോ. 2-3 സ്ഥലങ്ങൾ മാറി നിന്നിട്ട് ബാഗിൻ്റെ ഒക്കെ കടകൾ കാണിക്കാതെ ഉണ്ണിക്കോട്ടനെ ഇവരെ ബഡ്ജറ്റാ. ഭയങ്കര തിരക്കാട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ട്, അത്യാവശ്യം ഭയങ്കര തിരക്കാണ്. ഇവിടാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. മഞ്ഞുമൽ ബോക്സിൻ്റെ എഫക്റ്റാന്ന് തോന്നുന്നു. ഇതുപോലെ തിരക്ക് വരുമോ? അയ്യോ, ഇവിടെല്ലാം ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലെ ക്യൂ ആട്ടോ കാണുന്നത്. ഭയങ്കര ക്യൂ ആട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നോ ഉണ്ണിവരെ, ഞാൻ പോയി അറ്റാക്ക് ചെയ്തിട്ട് വരട്ടെ. ഞാൻ ഇതിനകത്തൂടെ ഞൊഴഞ്ഞ് കയറി ഇനിയിപ്പോൾ 2-3-4 ടിക്കറ്റ് എടുത്തിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് കാണാം. ഫൈനലി ടിക്കറ്റ് കിട്ടി കേട്ടോ. എത്ര നേരം നിന്നെന്നറിയോ? ടിക്കറ്റ് കിട്ടാൻ തന്നെ എനിക്കൊന്ന് 1.5 മണിക്കൂർ കണ്ട് ഞാൻ ക്യൂവിൽ നിന്നെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ് ഇതുപോലെ തിരക്കുള്ള ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ഒന്നും ആരും വരാൻ നിൽക്കരുത്. വന്നാൽ എങ്ങനെ കൊടൈക്കനാൽ കാണാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കയറി കഴിഞ്ഞാൽ പോകണമല്ലോ, അത്യാവശ്യം നല്ല ക്യൂ ആട്ടോ. ഇനി കാണാൻ മനസ്സിലാവും. നല്ല നടപ്പാതയാണ്. പിന്നെ ചുറ്റും ഇങ്ങനെ പൈൻ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നല്ല തണുത്തല്ലേടി. ഒരു എ സിക്കകത്ത് കയറുന്ന ഫീലില്ലേ അല്ലേ? ഒരു സെൻട്രലൈസ്ഡ് എ സി കയറുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടോ. ഇതെല്ലാം ഗുണ കേവ് കാണാൻ പോകുന്ന ആൾക്കാരാണ് കേട്ടോ ഈ കാണുന്ന കംപ്ലീറ്റ്. അവിടെ ഈ കയറിപ്പോകുന്ന സ്ഥലം കേട്ടോ ഗുണ കേവ്. എൻ്റെ പൊന്നെ, എൻ്റെ ഗുണ കേവേ, നീ ഒരുമാതിരി ഗുണ കേവ് ആയിരുന്നു കേട്ടോ. കുറച്ചു നേരം വിഷമിച്ച് നിന്നാൽ എൻ്റെ അടിപൊളി ഒരു സ്ഥലം കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് നമുക്ക് നോക്കാം, അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ. Silhouettes of you are like a taunt.
Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head, I like you in my bed, but you keep me on red. Oh, everything is like a test, I better not text or I'll come off desperate. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares, standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? So if I play dead, will you regret everything that you did, that you said? I don't think you understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you I'm losing. I feel like you think that this amusing, sitting there gaslighting and confusing. Was it me? Is it me? Am I deluded? I'm the one who's always sorry, the conclusion. Even though I offer all of the solutions, I wish you loved me like I love you, it's stupid. When I'm alone with you I never feel lucid. I wish I wasn't struck by Cupid. I wish when I first saw you I knew this. When I'm with you I feel so useless, I feel diluted, my heart's been wounded. Silhouettes of you are like a taunt. Never really know just what you want. പൊന്നാന് വേണ്ടി വണ്ടി മേടിച്ചേട്ടോ. നമ്മുടെ പൊന്നാച്ചൻ ഒരു വണ്ടി വേണമല്ലോ. പൊന്നാച്ചൻ നമ്മളെ നോക്കി വീട്ടിൽ ഇരിപ്പുണ്ട്, അപ്പോൾ പൊന്നാച്ചന് വേണ്ടി മേടിച്ചാൽ. അപ്പോൾ ഇവരോടൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം എന്താ പറയുക, ഈ കുറച്ച് അങ്ങനെ പേശി മേടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അമ്മച്ചിൻ്റെ മോന്തയ്ക്കൊക്കെ ആകുമ്പോൾ അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞ വിലയ്ക്ക് ഞാൻ ആ സാധനം മേടിച്ചു കേട്ടോ. വേണോടി? ഒരെണ്ണം 20 രൂപ ചേച്ചി, 3 എണ്ണം എടുത്താൽ 50 രൂപ. ആ 3 എണ്ണം എടുക്കുമ്പോൾ 10 നിങ്ങൾക്ക് ലാഭം.